ഐഷ കൊലക്കേസിൽ സൈക്കോ കില്ലർ സെബാസ്റ്റ്യനുമായി ചേർത്തല പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. ഇരുവരുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മയുടെ വീട്ടിൽ ഉൾപ്പെടെ പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ ഭാര്യയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ഐഷയെ 2012 മെയ്യിലാണ് കാണാതാകുന്നത്. മക്കളുടെ പരാതിയിൽ ചേർത്തല പോലീസ് തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന സെബാസ്റ്റ്യനെ ഉൾപ്പെടെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണം അധികം മുന്നോട്ടു പോയില്ല. അങ്ങനെയിരിക്കെയാണ് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണം CM സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത്. ഈ കൊലപാതക കേസിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് ബിന്ദു പത്മനാഭനെയും ഐഷയെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയത്. ഐഷയുമായും സെബാസ്റ്റ്യനുമായും അടുപ്പമുണ്ടായിരുന്ന റോസമ്മയുടെ വീട്ടിലും തൊട്ടടുത്തുള്ള പൂട്ടിക്കിടന്ന കോഴിഫാമിലും പ്രതിയെ എത്തിച്ചു. ഇവർ 3 പേരും ചേർന്ന് നടത്തിയിരുന്ന ഫാമിൽ ഐഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കേസിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയെ കഴിഞ്ഞ ദിവസം 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട സ്ത്രീകളെ കബളിപ്പിച്ച് സെബാസ്റ്റ്യൻ കൈക്കലാക്കിയ സമ്പത്ത് ഭാര്യയിലൂടെയാണ് ചെലവാക്കിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ കേസിന്റെ കാലപ്പഴക്കം അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.